ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ രജനിയോട് സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുകയാണ് ആദി. എന്തിനാണ് അയാൾ എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്, അമ്മയിൽ നിന്ന് പിരിച്ചത് എന്നൊക്കെ അമ്മയ്ക്ക് മനസ്സിലായോ? ഈ കുഞ്ഞിനെ ഞാൻ കൊന്നു എന്ന് വരുത്തി തീർക്കണം, അതിന് വേണ്ടിയിട്ടുള്ള അയാളുടെ കളികളായിരുന്നു. മമ്മിയുടെ കൂടെ നിന്ന് എന്നെ ഡാഡിക്ക് വിട്ടുകൊടുക്കാനുള്ള കളികളാണ് അയാൾ കളിച്ചത്. ഈ വീട്ടിൽ മഞ്ജിമാപ്പ മാത്രമുണ്ടായിരുന്ന സമയത്ത് അയാൾ വന്ന് കുഞ്ഞിൻ്റെ മുഖത്ത് സ്പ്രേ അടിച്ചിട്ട് എൻ്റെ മുമ്പിൽ അത് കൊണ്ടുവച്ചിട്ട് കടന്നു കളഞ്ഞു. അപ്പോഴേക്ക് രജനി ചോദിച്ചു, ഞാനിതൊക്കെ എങ്ങനെ വിശ്വസിക്കും? മമ്മി വിശ്വസിക്കണ്ട. കുഞ്ഞ് ഹോസ്പിറ്റലിൽ കിടന്നപ്പം അയാൾ അവിടെ വന്നത് മമ്മി അറിഞ്ഞോ? ഇല്ല, TV ന്യൂസിലല്ലേ ഞങ്ങൾ വിവരം അറിഞ്ഞത്. എന്നാൽ അയാൾ പോലീസ് എത്തിയ ഉടനെ ഹോസ്പിറ്റലിലേക്ക് വന്നിരുന്നു. കുഞ്ഞിനെ അപായപ്പെടുത്തിയത് ഞാനാണ് എന്ന് പോലീസിനോട് പറഞ്ഞതേ അയാൾ പറഞ്ഞ പ്രകാരമാണ് പോലീസ് എൻ്റെ റൂമിൽ നിന്ന് ആ സ്പ്രേ കണ്ടെടുത്തിയത്. എൻ്റെ ഏതോ ഭാഗ്യത്തിന് കുഞ്ഞ് രക്ഷപ്പെട്ടു. കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് അവസാനം വന്നത് ഇഷിതാമ ആയതുകൊണ്ട് തന്നെ അവരാരും എന്നെ സംശയിച്ചില്ല. മമ്മി ഇനിയും അയാളെ ന്യായീകരിച്ച് നിന്നോ? മമ്മിയുടെ കൂട്ടുകാരിയെ കൊന്നു, മമ്മിയുടെ കുഞ്ഞിനെ ജയിലിൽ അടയ്ക്കാനായിട്ട് ശ്രമിച്ചു. പഠിച്ച് ഒരു ജോലി നേടി മമ്മിയും കൂട്ടി സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച മകന് മതിയായി മമ്മി, മതിയായി. നിങ്ങളോട് എനിക്കുണ്ടായ സ്നേഹം മുഴുവൻ ഇല്ലാതായി. ഒരു കാലത്ത് നിങ്ങൾ നന്നാവില്ല മമ്മി, ഒരു കാലത്തും. നിങ്ങളെ കാണാൻ പോലും എനിക്ക് ആഗ്രഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം കോൾ കട്ട് ചെയ്തു. രജനിയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനസ്സൊക്കെ മാറി തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് ബാക്കി പട്ടുസാരിയൊക്കെ ഊരി വെച്ച് സെറ്റ് സാരിയൊക്കെ ഉടുത്ത് രുദ്രാക്ഷമാലയൊക്കെ ഇട്ട് മാധവിൻ്റെയൊക്കെ വീട്ടിൽ വന്നിരിക്കുക. ലയ വന്നപ്പോൾ ദേ ഹോളിൽ കയറി ഈ പുള്ളിക്കാരി ഇരിക്കുന്നു. മാധവ് ദേ നോക്കിക്കേ, ഈ വേഷം കണ്ട് മാധവ് ചിരിച്ചു പോവുക. എന്തൊരു കോലായത്, നിങ്ങളെന്താ തീർത്ഥാടനം കഴിഞ്ഞ് വരിക? അതെ മോനെ, കുറച്ച് ദിവസം നീണ്ട യാത്രയായിരുന്നു. ഹോ, ദൈവങ്ങൾക്ക് പോലും സ്വസ്ഥതയില്ലല്ലോ. ദൈവകടാക്ഷം കിട്ടാനുള്ള സാധ്യതയില്ലല്ലോ. അല്ല, ഞങ്ങളെ ശപിക്കാനാണോ അമ്മ പോയത് എന്ന് ലയ ചോദിച്ചു. ശരിയാ, എന്താണെന്നറിയില്ല, 2-3 ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ഉന്മേഷം. അപ്പോഴേക്കും എത്ര പാപം ചെയ്തവർക്കും ശിവരാത്രി ഉറക്കം ഒഴിയാൽ മോക്ഷം കിട്ടും എന്ന് ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനും തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. മരിക്കണം എന്ന് ആഗ്രഹിച്ചാൽ പോലും ആശ തീരാതെ അതിന് കഴിയില്ലല്ലോ എന്നൊക്കെ മനസ്സിന് പറയാം. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ചെയ്ത തെറ്റുകൾ ഏറ്റു പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ മൂകാംബികയിലേക്ക് യാത്ര പോയത്. എല്ലാം ദേവിയോട് ഏറ്റു പറയാനൊന്നും സമയം കിട്ടിയില്ല. പക്ഷേ ദൈവാംശമുള്ളവർ ക്ഷേത്രത്തിന് പുറത്തുണ്ടാവുമല്ലോ, അവിടെ വെച്ച് ഉമാമഹേശ്വരൻ്റെ നാമമുള്ള ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹം എൻ്റെ സങ്കടങ്ങൾ ചോദിച്ചു. എല്ലാം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. എല്ലാം കേട്ടതിന് ശേഷം മകൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകാനാണ് അദ്ദേഹം പറഞ്ഞത്. എന്നും കളവുകൾ മാത്രം പറഞ്ഞിട്ടുള്ള എൻ്റെ വാക്കുകൾ അവൻ പരിഹസിച്ച് തള്ളുമെന്ന് അവനോട് ഞാൻ പറഞ്ഞതാ. ഗർഭപാത്രം മുഴുവൻ മകന് കൊടുത്ത ഒരമ്മയ്ക്ക് അവൻ്റെ വീടിൻ്റെ ഒരറ്റത്ത് പുൽപ്പായ വിരിക്കാനുള്ള ഒരു സ്ഥലം ആ മകൻ തരാതിരിക്കില്ല എന്ന് ആ മകൻ പറഞ്ഞു. പിന്നെ അദ്ദേഹം അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇതൊക്കെ കേട്ട് പുഞ്ചിരിയോടെ ഇങ്ങനെ നിൽക്കാട്ടോ. എനിക്ക് എൻ്റെ മനസ്സ് നിൻ്റെ മുന്നിൽ തുറന്ന് കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം മോനെ, എനിക്ക് വേണമെങ്കിൽ ആ പഴയ മനസ്സിനെയായിട്ട് കഴിയണമെങ്കിൽ കൊട്ടാരം പോലൊരു വീടുണ്ട്, പരിചാരകനുണ്ട്, നല്ല ബാങ്ക് ബാലൻസ്, സ്വത്തുക്കൾ ഒക്കെയുണ്ട്. എത്ര ജോലിക്കാരെ വയ്ക്കുന്നെങ്കിലും എനിക്ക് വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാം. എൻ്റെ ബിസിനസ് നോക്കി നടത്തുന്നവർ ഇപ്പോൾ അത് സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുകയാണ്. എൻ്റെ മകൻ എന്നെ ഒന്ന് അംഗീകരിച്ചാൽ മാത്രം മതി. എനിക്കൊന്നും വേണ്ട. നിൻ്റെ വീട്ടിലെ ജോലികൾ ചെയ്ത് ഒരൊച്ച പോലും കേൾപ്പിക്കാതെ ഞാനിവിടെ എവിടെയെങ്കിലും കഴിഞ്ഞോളാം. മറ്റൊന്നും കൊണ്ടല്ല മോനെ, മറ്റൊന്നും കൊണ്ടല്ല. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിച്ചാലും ജന്മം കഴിഞ്ഞു പോകുമ്പോൾ നല്ലതെന്ന് പറയാൻ ഒരാളെങ്കിലും വേണമെന്ന് മനസ്സിലൊരാഗ്രഹം തോന്നിപ്പോകുന്നു മോനെ എന്നൊക്കെ പറഞ്ഞ് മനസ്സിന് കരച്ചിൽ. എനിക്കത് മനസ്സിലാക്കി തന്നത് എന്നും വെറുക്കപ്പെട്ടവളായി ഞാൻ കരുതിയ ഒരു പെണ്ണ് തന്നെയാണ്. അവളുടെ പേരുച്ചരിക്കാൻ പോലും ഞാൻ അർഹയല്ല. ഇഷിതയെക്കുറിച്ചാണ് മനസ്സിന് പറയുന്നത്. അമ്മയെ ഉൾക്കൊള്ളാൻ നിനക്ക് കഴിയില്ലെങ്കിൽ ഞാൻ മടങ്ങിപ്പോക്കോളാം. അതിനു മുമ്പ് നിനക്കും നിൻ്റെ ഏട്ടനും സ്വത്തുക്കൾ ഷെയർ ചെയ്തു തരാം. അമ്മ അത്രയെങ്കിലും ചെയ്തു എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഇതേ സമയം പതുക്കെ മാധവ് ആ ബാഗ് എടുത്ത് ലയയുടെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അമ്മയുടെ കൈ പിടിച്ചു. അമ്മ എങ്ങോട്ടും പോണ്ട. അമ്മയ്ക്ക് മാറ്റം ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയുടെ വാക്കുകൾ ഞാൻ വില കൽപ്പിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇനിയൊരു മനുഷ്യജന്മം ഉണ്ടായാൽ ഈ അമ്മയുടെ മകനാവരുത് എന്ന് പോലും ഞാൻ പ്രാർത്ഥിച്ച ഒരു കാലവും ഉണ്ടായിട്ടുണ്ട്. കൊടുക്കുന്നതെന്നല്ലാതെ ഒന്നും നമ്മൾ നേടില്ലാമേ, ഒന്നും.
അല്ലാതെ നമുക്ക് ആരും ഒന്നും തരുമില്ല അമ്മേ. അമ്മയുടെ വാക്കുകൾ കേട്ടിട്ടല്ല ഞാൻ അമ്മയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത്. അമ്മ തിരിച്ചു വന്നല്ലോ എന്ന് ഓർത്തിട്ടാ. അത് മകൻ്റെ ആദിയാണമ്മേ, മകൻ്റെ ആദി എന്ന് പറഞ്ഞു കേട്ടോ. അത് കേട്ടത് മനസ്സിന് അവൻ്റെ താടിയിലേക്ക് ഇങ്ങനെ പിടിക്കുകയാണ്. മനസ്സിനി എന്ന അമ്മയ്ക്ക് ആരെ പേരിട്ടെ എന്ന് പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്. എല്ലാ അമ്മമാരും മനസ്സിനിമാരാണ്. ഇപ്പോൾ എൻ്റെ അമ്മയും ശരിക്കും സ്വന്തം പേരിന് അർഹ തന്നെയാണ്. അപ്പോഴേക്കും ഇതിന് മാത്രം ഞാൻ പുണ്യം ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിന് ചോദിക്കുക. അപ്പോൾ ലയ പറഞ്ഞു, അമ്മയുടെ ആ പുണ്യം തന്നെയായി മോൻ. എന്തായാലും മനസ്സിനെ ചേർത്ത് പിടിച്ച് മാധവും ലയയും അകത്തേക്ക് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് പോലീസാണ് കേട്ടോ. സാന്ദ്ര എന്ന പോലീസുകാരി, നമ്മുടെ മഹേഷിൻ്റെ കൂട്ടുകാരി, ആകാശിനെ കസ്റ്റഡിയിലെടുത്തത് വെറും ഒരു സംശയത്തിൻ്റെ പേരിലല്ല എന്നൊക്കെ വിളിച്ച് മേലുദ്യോഗസ്ഥനോട് പറയുകയാണ്. ആ ബോഡി സുമിത എന്ന സ്ത്രീയുടേതാണെന്ന് നിങ്ങളെങ്ങനെ തിരിച്ചറിഞ്ഞു? സാർ, ആകാശ് മേനോൻ്റെ വീട്ടിൽ ഗസ്റ്റായിട്ട് കഴിഞ്ഞ് വരികയായിരുന്നു സുമിത മിസ്സിംഗ് ആയത് മുതൽ അവളെ ആകാശ് മേനോൻ അപായപ്പെടുത്തിയതാണ് എന്ന് ബന്ധുക്കൾ ആരോപിച്ച് വരികയാണ്. അത് സംബന്ധിച്ച് എന്തെങ്കിലും കേസ് കിട്ടിയിട്ടുണ്ടോ? അങ്ങനൊരു കേസ് ഇവിടെ കിട്ടിയതായി അറിയില്ല. പക്ഷേ സുമിതയുടെ ബന്ധു അംബിക എന്ന സ്ത്രീയുടെ റിട്ടേൺ പെറ്റീഷൻ ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ബോഡിയിൽ നിന്ന് കിട്ടിയ വിദേശ നിർമ്മിതമായ വാച്ച് സുമിതയുടെ അതാണ് എന്ന് ആ സ്ത്രീ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അല്ല, മരിച്ചത് സുമിതയാണെന്ന് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ലല്ലോ. സുമിത ഡൽഹിയിലോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കാണിച്ചത് ആവേശമായി പോവില്ലേ എന്നിങ്ങനെ ചോദിച്ചു. ഒരാൾ മാത്രമാണോ ഒരു കമ്പനിയുടെ വാച്ച് ഉപയോഗിക്കുന്നത്? DNA ടെസ്റ്റിന് റിസൾട്ട് കിട്ടണ്ടേ? ആ സ്ത്രീ സുമിത അല്ലെങ്കിലോ എന്തായിരിക്കുന്ന അവസ്ഥ? ആകാശ് മേനോനെതിരെ പരാതി തന്ന സ്ത്രീ അവരുടെ വഴിക്കും പോകും. നഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നത് സാന്ദ്ര ഐസക്കിന് തന്നെ ആയിരിക്കും. നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അത് സാർ, കണ്ടെടുത്ത ബോഡി സുമിത എന്ന സ്ത്രീയുടേതാണ് എങ്കിൽ അതിന് പിന്നിൽ ആകാശ് മേനോൻ തന്നെയാണ്. അയാളെ നമ്മൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിന് എൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉണ്ടാകും. ഒരു പക്ഷേ സുമിത അല്ല എങ്കിൽ നിങ്ങളിപ്പോൾ ഈ കാണിച്ച ആവേശത്തിന് നിങ്ങളെ രക്ഷിക്കാൻ എനിക്കും കഴിഞ്ഞുവെന്ന് വരില്ല. അറിയാലോ, എൻ്റെ മേൽ നല്ല സമ്മർദ്ദമുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാർ. അയാൾ കുറ്റസമ്മതം നടത്താൻ തയ്യാറാവുന്നില്ല എങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചതായിട്ട് വരുത്തി പറഞ്ഞു വിടണം. DNA റിസൾട്ട് വരുന്നത് വരെ അയാൾ പോലീസിൻ്റെ പരിധിക്കുള്ളിലായിരിക്കണം. ആ രീതിയിൽ വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്നാൽ ശരി സാർ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു സാന്ദ്ര. കോൺസ്റ്റബിൾ വന്നിട്ട് പറഞ്ഞു, അയാൾ എന്തൊക്കെ ചെയ്തിട്ടും കുറ്റമേക്കാൻ തയ്യാറല്ല. ഇനി എന്തെങ്കിലും ചെയ്താൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. അത്രയ്ക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആകാശ് മേനോന് വേണ്ടിയിട്ട് മുകളിൽ നിന്ന് പ്രഷറുണ്ട്. അത് വിഷയം ഇത് തന്നെ ആയതുകൊണ്ട് മയത്തിലാണ് സംസാരം എന്ന് മാത്രം. അയാൾ സമ്മതിക്കുന്നു തോന്നണില്ല. പോലീസിനെ പ്രകോപിപ്പിച്ച് അയാൾ തല്ല് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. അങ്ങനെ സാന്ദ്രയും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? ഇതുവരെ സാറിൻ്റെ കാര്യത്തിൽ ആരും രംഗത്ത് വന്നിട്ടില്ല. മീഡിയ മുഴുവൻ പാറക്കോറിയിലെ കൊലപാതകമാണ് ചർച്ചാ വിഷയം. സാറിനെ സഹായിക്കാൻ ആരും വരാത്തത് അവരും കെടിയിലാവുമെന്ന് വിചാരിച്ചിട്ടാകും എന്നൊക്കെ ഒരു കോൺസ്റ്റബിൾ ഈ ആകാശ് മേനോനോട് പറയൂ കേട്ടോ. എന്തായാലും ഒരിക്കലും ആകാശ് മേനോൻ പുറം ലോകം കാണില്ല എന്ന് എൻ്റെ കൂടെയുള്ളവർ പോലും വിധി എഴുതി. സാറ് സമ്മതിച്ചേരെ, ബാക്കി കാര്യം പിന്നല്ലേ. സാറിനെ കാത്ത് വക്കീലന്മാർ പുറത്തുണ്ടെന്നേ എന്ന് കോൺസ്റ്റബിൾ പറഞ്ഞു. ആകാശ് ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. അപ്പോഴേക്കും സാന്ദ്രയും കോൺസ്റ്റബിളും വന്നു. എനിക്കാരെങ്കിലും കുറച്ച് വെള്ളം താ, എനിക്ക് കുറ്റസമ്മതം നടത്തണം. അപ്പോൾ സാന്ദ്ര പറഞ്ഞു, ഇയാൾക്ക് ഇച്ചിരി വെള്ളം കൊടുക്കുക. എന്നിട്ട് ആകാശ സാന്ദ്രയെ നോക്കി ഒരു ഇളി ഇളിക്കുക കേട്ടോ. ഇതാ വെള്ളം കുടിക്കുക. അങ്ങനെ വെള്ളം കുടിക്കുകയാണ് ആകാശ. കുറ്റസമ്മതം തുടങ്ങാം. ക്യാമറ റെഡിയല്ലേ? കൂടുതൽ ഷോ ഒന്നും വേണ്ട. നീ സമ്മതിച്ചാൽ മാത്രം പോരാ. എന്തിന് എങ്ങനെ സുമിതയെ കൊന്നു എന്ന് പറയണം. കുറേ നേരമായല്ലോ നിങ്ങൾ ഇത് തന്നെ പറയുന്നു. ആ ബോഡിക്ക് സുമിത എന്ന് പേരിട്ട് അത് സുമിതയാവുമോ? എടാ ദേ, ഇനി എന്നെ തൊട്ടു പോകരുത്. ശരി, ആ ബോഡി സുമിതയുടെ തന്നെയാണെന്ന് വെക്കുക. അവളെ കൊന്നത് ഞാനാണെന്നുള്ളത് എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ദൃക്സാക്ഷിയുണ്ടോ? ഉണ്ടോ? വിരലടയാളം ഉണ്ടോ? ഒരു മഹേഷ് പറയുന്നതാണോ നിങ്ങൾക്ക് തെളിവ്? ആണോ? കോടതിയിലും നിങ്ങൾ ഇത് തന്നെ പറയുള്ളോ? മഹേഷ് പറഞ്ഞു സുമിതയെ കൊന്ന് കോറിയിൽ തള്ളിയത് ആകാശാണ് എന്ന്. അത് മതിയോ? അതാണ് യുവർ ഓണർ ഈ ആകാശ് മേനോനെതിരെയുള്ള തെളിവ് എന്നും പറഞ്ഞ് ആകാശ് പൊട്ടിച്ചിരിക്കുക. ഏട്ടോ എന്നും പറഞ്ഞ് കോളറെ കയറി പിടിച്ചു സാന്ദ്ര. അവൻ പറഞ്ഞ നീ ആരെ കൊലക്കേസ് പെടുത്തുമോ അതിന് മാത്രം നിൻ്റെ ആരാടി അവൻ? എന്തായാലും സാന്ദ്ര കൈ ഉയർത്തിയതാണ്. പക്ഷേ സാന്ദ്രയുടെ കയ്യിലേക്ക് കയറി അങ്ങോട്ട് പിടിച്ചു ആകാശ്. എന്നിട്ട് ബലമായിട്ട്
അതെ, ആകാശ് മേനോൻ്റെ മുഖത്തടിക്കാനുള്ള ക്ലാസ് നിനക്കില്ല, നിന്നെ പോലെയുള്ള സ്ത്രീകൾക്കില്ല. നിൻ്റെ കലി അടങ്ങുന്നില്ലെങ്കിൽ ഈ കോൺസ്റ്റബിൾമാരെ അങ്ങോട്ട് അടിക്കുക. നീ എന്നെ അടുത്ത് പുഴുങ്ങി തിന്നൊന്നുമില്ലല്ലോ. നീ എന്നെ കോടതി ഹാജരാക്കുക. കളി മാറുന്നതേ അപ്പോൾ അറിയും. നീ എനിക്കിട്ട് എന്തുണ്ടാക്കൂടാ. കണ്ടെടുത്തതേ സുമിതയുടെ ബോഡി തന്നെയാണ്. നീ തന്നെയാണ് കൊന്നത്. നിൻ്റെ വീട്ടിൽ വെച്ച് ആ പോളിത്തീൻ ബാഗിൽ മൃതദേഹം കുത്തിക്കയറ്റി നീ കോറയിൽ കൊണ്ടുപോയി തള്ളി. DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് വരട്ടെ. നിന്നെ പുഴുങ്ങണോ കഴിവേറ്റണോ എന്ന് കോടതി തീരുമാനിക്കും. തെളിവ് ഞാൻ കൊടുക്കും. അതുവരെ നീ എന്നെ ഈ ലോക്കപ്പിൽ കിടത്തുവോ? അതൊന്ന് ഞാൻ കാണട്ടെ, ഒന്ന് കാണട്ടേന്നേ എന്നും പറഞ്ഞ് ആകാശ് മേനോൻ എവിടെ ഇരുന്നു. ഇയാളുടെ വക്കീൽ വന്ന് നിൽപ്പുണ്ട്. എഴുതി വാങ്ങിച്ചിട്ട് ഇറക്കി വിട്ടാരെ എന്ന് കോൺസ്റ്റബിളിനോട് സാന്ദ്ര ദേഷ്യത്തോടെ ഇങ്ങനെ പറയുക. ആകാശ് മേനോൻ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു കേട്ടോ. സാറേ, പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടുന്ന് തടിയൊരു പോകാൻ നോക്കൂ സാറേ. പുറത്തിറങ്ങിയ സാറിനെ തൊടാൻ പറ്റില്ലെന്ന് എനിക്കറിയാം എന്ന് ആകാശ് മേനോനോട് അനുഭാവമുള്ള ഒരു പോലീസുകാരൻ പറഞ്ഞിട്ടങ്ങ് പോയി. അതിനുശേഷം മഹേഷിനെ വിളിക്കുകയാണ് സാന്ദ്ര. എൻ്റെ കയ്യിൽ നിൽക്കുന്ന തോന്നലില്ല. അവൻ കുറ്റം സമ്മതിച്ചില്ലേ? അതെ, പ്രതി അതിലേക്ക് എത്തിക്കാനുള്ള എന്തെങ്കിലും ഒരു ലീഡ് വേണ്ടേ? ഒന്നാമത് കൊല്ലപ്പെട്ടത് സുമിതയാണെന്നതിന് പോലും ശാസ്ത്രീയമായി തെളിവ് ലഭിച്ചിട്ടില്ല. സുമിത രാജ്യം വിട്ടിട്ടില്ല എന്ന അറിവ് മാത്രമേ ഉള്ളൂ. ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. സുമിതയുടെ അമ്മാവൻ്റെ മകൾ വന്നിട്ട് തിരിച്ചറിയാനാവാതെ പോയി. ബോഡി സുമിതയുടേതാണെങ്കിൽ തന്നെ ആകാശ് മേനോനാണ് അത് ചെയ്തത് എന്നതിന് എന്ത് തെളിവുണ്ടെന്ന് അയാൾ ചോദിക്കുന്നത്. അപ്പം നീ അയാളെ കൈകാര്യം ചെയ്തില്ലേ? അയാളെ തല്ലി ചതച്ചിട്ടും അയാൾക്ക് ഒരു കുലുക്കുമില്ല. അയാൾ കൊന്നതിന് തെളിവുമില്ല, സാക്ഷികളും ഒന്നുമില്ല. അതാണിപ്പം അയാൾക്ക് അനുഗ്രഹമായിരിക്കുന്നത്. ആദ്യ സാക്ഷി പറയാൻ തയ്യാറായാൽ കേസിന് വഴിത്തിരിവുണ്ടാകും. എന്തായാലും എൻ്റെ മകനെ സാക്ഷി പറയാൻ ഞാൻ കോടതിയിൽ എത്തിക്കില്ല. ആദ്യമല്ല, എൻ്റെ മകനെ ഞാൻ കോടതിയിൽ എത്തിക്കില്ല. സാന്ദ്ര ആയതുകൊണ്ട് മാത്രം അവൻ കണ്ട കാര്യം ഞാൻ സാന്ദ്രയോട് പറഞ്ഞത്. എനിക്ക് മഹേഷിൻ്റെ കാര്യം മനസ്സിലാകുന്നുണ്ട്. മുകളിൽ നിന്ന് കനത്ത സമ്മർദ്ദമുണ്ട്. ആകാശിനെ ഇനിയും കസ്റ്റഡിയിൽ വയ്ക്കാൻ പറ്റില്ല. 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. ക്യൂ നിൽക്കുകയാണ് ആകാശ് മേനോന് വേണ്ടി വക്കീലന്മാർ. എന്തായാലും കോടതി അയാളെ റിമാൻഡ് ചെയ്തില്ല. അപ്പോൾ സാന്ദ്രയ്ക്ക് എന്ത് വേണേലും തീരുമാനം ഒന്നേ ഉള്ളൂ, അയാളെ വിട്ടയക്കുക. അന്വേഷണം ഒന്നുകൂടി ബലപ്പെടുത്തുന്നതുവരെ അയാൾ പുറത്ത് നിൽക്കട്ടെ. നിയമം മാത്രമേ ആകാശിനെ പുറത്തു വിടുന്നുള്ളൂ. മഹേഷ് ഇവിടെ തന്നെയുണ്ട്, ആകാശിനുള്ള വലയും വിരിച്ച് എന്ന് മഹേഷ് ഇങ്ങനെ ആലോചിക്കുകയാണ്. കോള് കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് മഹേഷിനരികിലേക്ക് ഇഷിത വരികയാണ്. ഇവിടെ വന്നിങ്ങനെ ഇരുന്നിട്ട് എന്ത് കാര്യമുള്ളത്? തെളിവുകളുടെ അഭാവത്തിൽ ആകാശ് പുറത്ത് വന്നില്ലേ? കോടതിക്ക് വേണ്ടത് തെളിവുകളല്ലേ? അങ്ങനെ അവൻ തടിയൂരിയത്. പുറത്തിറങ്ങിയ സ്ഥിതിക്ക് അവൻ തെളിവ് ബാക്കിയുണ്ടെങ്കിൽ നശിപ്പിച്ച് കളയും. ഈ കേസിൽ ആദ്യം സാക്ഷിയാക്കാനും പറ്റില്ല. ആകാശ് രക്ഷപ്പെട്ടു പോകുന്നത് എങ്ങനെ കണ്ടെതിക്കും? അപ്പോൾ ഇഷിത ചോദിച്ചു, അല്ല രചന എന്താ ഇങ്ങനെയെന്ന്? രചനയ്ക്ക് ഒരു നിലപാടും ഇല്ലേ? അവൾക്ക് നിലപാട്. അവളെ തരാതരം പോലെ ഓരോന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ആകാശിനറിയാം. എന്തായാലും മഹേഷ് എഴുന്നേറ്റ് വാ, സമയം ഒരുപാടായി. അപ്പോഴേക്കും ഡോറിൽ മുട്ട് വെക്കാണ് കേട്ടോ. കോളിംഗ് ബില്ലടിക്കാതെ ആരാ ഈ ഡോറിൽ തട്ടണേ? അത് ഇമ്മാതിരി. അപ്പോഴേക്കും നോക്കട്ടെ മഹേഷ്, വേണ്ട സൂക്ഷിച്ച്. എന്തായാലും കതക് പോയി തുറന്നു. മഹേഷ് വന്നിരിക്കുന്നത് മറ്റാരുമല്ല, ആകാശാണ് കേട്ടോ. ആകാശിനെ കണ്ട് ഇഷിതയൊന്ന് ഞെട്ടുന്നുണ്ട്. മുഖത്ത് ചോരയൊക്കെ ആയിട്ടാണ് ആകാശ് കയറി വന്നത്. ആകാശ് അകത്തേക്ക് കയറി. എടാ നീ? അതേടാ ഞാൻ തന്നെ, ആകാശ് മേനോൻ. എന്നെ കോറിയിൽ നിന്നൊരു ശവം കിട്ടിയെന്ന് പറഞ്ഞ് എന്നെ കൊടുക്കാൻ നോക്കുകയാണോ? പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങില്ല എന്ന് വിചാരിച്ചോ? നിൻ്റെ സെറ്റപ്പുകാരി എന്നെ തിരിച്ചു വിട്ടത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. നിനക്ക് വേണ്ടി എന്തിനാണ് അവൾ ഇത്ര ആവേശം കാണിക്കുന്നത്? നിൻ്റെ സെറ്റപ്പുകാരിയല്ലേടാ അവൾ. അതുകൊണ്ട് തന്നെയല്ലേടാ നിന്നെ കാണാൻ ഞാൻ വന്നത്. അപ്പോൾ മഹേഷ് ചോദിച്ചു, തെളിവില്ലാന്ന പേരിലല്ലേ വിട്ടയച്ചത് നിന്നെ? നീ ആ സുമിതയെ കൊന്നത് എന്നതിനുള്ള ബലപ്പെട്ട തെളിവുണ്ടാവൂടാ. രക്ഷപ്പെട്ടോ നീ അഹങ്കരിക്കേണ്ട. അതേടാ ഞാൻ തന്നെ അവളെ തീർത്തത്. എന്തേ? ഞാൻ തന്നെ അവളെ തീർത്തത്. കോറി കൊണ്ടുപോയി തള്ളിയതും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. തെളിയിക്കാൻ പറ്റുമെങ്കിൽ നീ തെളിയിക്കടാ. നിൻ്റെ മറ്റവളോട് ചെന്ന് പറഞ്ഞേരെ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ ആകാശ് മേനോൻ്റെ വെളിപ്പെടുത്തലൊക്കെ ഉണ്ട് രജനിയോട്. ആദ്യം രജനിയും കണ്ടത് മഹേഷിനെ തീർക്കാനുള്ള വെറും ടൂളായിട്ടാണ് എന്ന സത്യം ആകാശ് തുറന്ന് പറയുകയാണ്. എന്തായാലും നമ്മുടെ രചന മഹേഷിന് മുമ്പിൽ മാപ്പ് പറയാനൊക്കെ ആയിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സി ഓക്കെ, താങ്ക് യു.